ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല കട്ട ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ചന്ദ്ര എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു കഴിഞ്ഞാലും അതിനൊക്കെ നമ്മുടെ ഭാമ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചത്. പക്ഷെ ചന്ദ്രയുടെ സ്വഭാവമൊന്നുമല്ല ഭാമയ്ക്കുള്ളത്. ഭാമ കുറച്ച് നല്ല മനസാക്ഷിയുള്ള ഒരാളായിരുന്നല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന എപ്പിസോഡില് ഭാമ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവസാനിപ്പിച്ച് ചന്ദ്രയെ വീട്ടിൽ നിന്നും അടിച്ചോടിക്കുന്നതായിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ്സും അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു യോഗ ക്ലാസ്സും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ചന്ദ്ര. അതെല്ലാം ഭാമയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഭാമ അതിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചന്ദ്രയുടെ നിന്ന് മേടിച്ചിട്ടില്ല. എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാമയുടെ വീട് സ്വന്തം വീട് പോലെ കണ്ടിട്ടാണ് എന്തോ തനിക്ക് അവിടെ എന്തോ വലിയ അവകാശമൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് അവിടെ കയറി ഭരണം നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ചന്ദ്രമതി യോഗ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ അവിടെ ഒരു ശിവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആള് യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവരും അതുപോലെ തന്നെ ഭാമയും തമ്മിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആവാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇവർ തമ്മിൽ സ്നേഹത്തിലാണ്. ഇനി ഒരു പക്ഷെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കും, അവിഹിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരുടെ ഓരോരോ കാര്യങ്ങളും ചന്ദ്ര നോക്കി കാണുന്നത്. ഭാമയും അതുപോലെ തന്നെ ആ ആളും കൂടി ചേർന്നിട്ട് അയാൾ നന്നായിട്ട് കഥ എഴുതുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അയാളുടെ കഥകളെല്ലാം ഭാമയെ കൊണ്ട് കേൾപ്പിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ കഥ നമ്മുടെ ഭാമ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി പൂവായിട്ട് വരുന്നത്. ആ കഥയെല്ലാം നമ്മുടെ രേവതിയും വായിക്കുന്നുണ്ട്. വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ പോലെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിനകത്ത് കഥ പറയുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശരിക്കും ഒരു മോട്ടിവേഷണൽ സ്റ്റോറി പോലെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ കഥകളാണ് ഇദ്ദേഹം എഴുതുന്നത്. അത് നല്ലൊരു ഐഡിയ ആണെന്നുള്ള കാര്യം തോന്നിയിട്ട് ഇവര് ഭാമ കഥ അയാൾ എഴുതിയത് വായിക്കുകയും അതുപോലെ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ കഥ എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് യൂട്യൂബിൽ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല റീച്ച് ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവരെ നന്നായിട്ട് പുകഴ്ത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അത്യാവശ്യം നല്ല ലെവലിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇവർ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഇവർക്കൊരു പ്ലാനാണ്. പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവർ ഊട്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുകയാണേ. ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് പറയുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇവർ സ്റ്റോറി പറയാൻ വേണ്ടി പോകുന്നു എന്നല്ല, ഊട്ടിയിലേക്കാണല്ലോ പോകുന്നത്. ഇവർ വേറെ എന്തിനോ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഇതെങ്ങനെയും തടയണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ നമ്മുടെ ചന്ദ്രയ്ക്കുള്ളൂ. അങ്ങനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭാമയുടെ മകൻ എന്ന് വെച്ചാൽ ഭാമയെ ഇവിടെ തനിച്ചിട്ടിട്ട് ഭാര്യേൻ്റെ കൂടെ പോയിട്ട് പുറം രാജ്യത്ത് കഴിയുകയാണല്ലോ ചെയ്യുന്നത്. അമ്മയെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ആളെ വിളിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് അവരെടുത്ത് സംസാരിക്കുകയാണ്. ചന്ദ്രയ്ക്ക് ഇത്ര ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇവർ തമ്മിലുള്ള റിലേഷൻ ഒഴിവാക്കിയിട്ട് ഇവരിനി ഒരിക്കലും ഭാമയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഭാമയുടെ കൂടെ ആയിട്ട് ഒരു ബന്ധവും പാടില്ല. ആ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ചന്ദ്രമതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ചന്ദ്ര ഭാമയുടെ വീട്ടിലേക്ക് വരുവാണ്. ചന്ദ്രമതിയുടെ വേറൊരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടെ. വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാമയുടെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ നടത്തുന്നത്. ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ചന്ദ്രയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാനുള്ള ഒരു പദ്ധതി ഒരുക്കാനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭാമയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഒരു കുഞ്ഞിനോടാണല്ലോ ഇങ്ങനത്തെ ദ്രോഹങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാമ പറയുന്നുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കേട്ടോ. ചന്ദ്രേ, നീ എന്താ ഒരു ചെറിയ പയ്യനെയാണോ നീ എതിരാളിയായിട്ട് കാണുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രേ, നീയാണ് ചെറിയ കുട്ടികളെ പോലെ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിന്റെ ഏജിനനുസരിച്ചുള്ള രീതിയിലെങ്കിലും നീ നടക്ക്. ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഞാന് വയസ്സിനനുസരിച്ചുള്ള രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. നിന്നെ പോലെ ചെറിയ കുട്ടികളെ പോലെ അഴിഞ്ഞാട് നടക്കുമല്ല എന്ന് പറയുകയാണേ. നിന്റെ ആട്ടം എന്താന്നുള്ള കാര്യം അത് നാട്ടുകാർ മൊത്തം കാണുന്നുണ്ടല്ലോ. കഥ പറയാ എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കൂത്തുകള് മതി, നിർത്തിക്ക് ചന്ദ്രേ. തെറ്റായ രീതിയിൽ നീ എന്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിനക്ക് തെറ്റായിട്ട് മാത്രമേ തോന്നുള്ളൂ. ഇതിനൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവും എനിക്കില്ല. പിന്നെ എന്റെ കാര്യത്തിൽ നീ ഇനി തലയിടരുതെന്ന് പറഞ്ഞിട്ട് ഭാമ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണേ. ചന്ദ്രയുടെ വാക്കുകൾ നന്നായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ട് കേട്ടോ ഭാമയെ. അതുകൊണ്ട് തന്നെ മാറി നിന്നിട്ട് ഭാമ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്, ആന്റി എന്ന് വിളിച്ചുകൊണ്ട്. രേവതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് ഹീറോയുടെ ഭാര്യ, ഇവരെ കാരണമാണ് എനിക്ക് ആ വീട്ടിൽ സമാധാനം ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിറുപിറുക്കുവാണ്. അപ്പോഴേക്കും ഭാമയാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ തുടച്ചിട്ട്
രേവതിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതി, നീ ചെന്നിട്ട് പൂജാമുറിയിൽ പൂ വെക്കുക എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പറഞ്ഞു വിടുവാണേ. പൂജാമുറിയിൽ പൂവൊക്കെ വെച്ചതിന് ശേഷം പുറത്തേക്ക് ചന്ദ്ര വരുന്ന സമയത്ത് ഭാമ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. എന്ത് പറ്റി ആന്റി? ആന്റിയുടെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനാ മോളെ, ചന്ദ്രയുടെ വാക്കുകൾ എന്നെ വല്ലാതെ നോവിപ്പിക്കുന്നുണ്ടെന്ന് എന്താ ആന്റി അങ്ങനെ പറയുന്നത്? അമ്മ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് വായത്തൊന്ന് സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിച്ച് സംസാരിക്കാൻ അറിയില്ല. ഭാമയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് രേവതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് അത്ര വലിയ ഇഷ്ടമാവുന്നൊന്നുമില്ല കേട്ടോ. വലിയ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ശിവൻ വരുന്നുണ്ട്. മറ്റൊരു കഥ എഴുതിയിട്ട് കേട്ടോ. ഭാമയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ ഉള്ളിലേക്ക് കയറി വരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. വന്ന ഉടനെ തന്നെ പുതിയൊരു കഥ എഴുതിയിട്ടുണ്ട്. ഭാമ ഒന്ന് വായിച്ചു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു പറയണേ. ആ കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഭാമയുടെ മകൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തന്നെയാണ് മകൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാമയ്ക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. എന്താ മോനെ നീ പെട്ടെന്ന് വന്നത്? ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ, നിനക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് ഭാമ. അപ്പോഴൊന്നും അവനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞ മട്ടിൽ ഇങ്ങനെ അവിടെ ഇരിക്കുവാണേ. തുടർന്ന് രേവതിക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു മകനുണ്ടെന്നും അവൻ പുറത്താണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, ഇതാണ് എന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ആന്റി നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണേ. നീ എന്താ പെട്ടെന്ന് കയറി വന്നിട്ട് ഒരു സർപ്രൈസ് തന്നത്? നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഭാമയുടെ കൈ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ സിദ്ധാർത്ഥ്. ഞാൻ വന്നത് നിങ്ങൾക്ക് സർപ്രൈസ് ആണോ അതോ ഷോക്കിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ ഷോക്കാവുന്നത്? നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചുമ്മാ അവ അഭിനയിക്കൊന്നും വേണ്ട, ഞാനൊരു ജീവനോടുള്ള കാര്യം തന്നെ അമ്മ മറന്നു പോയില്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കളിപ്പിക്കാന്ന് ചോദിക്കുമ്പോ ഞാനല്ലല്ലോ, അമ്മയുടെ കളികള് ഇവിടെ നാട്ടിലുള്ള എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഓ, ഇവരാണോ അമ്മയുടെ കൂടെ ചേർന്നിട്ട് കഥ എഴുതുന്നത്? രണ്ടുപേരും നന്നായിട്ട് കഥ എഴുതുന്നുണ്ടല്ലോ. അവസാനം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഭാമ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? വീട്ടിൽ തനിയെ നിൽക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് ചേർന്നിട്ടാണോ നിങ്ങൾ കഥ എഴുതുന്നത്? നിങ്ങൾക്കൊന്നും നാണോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുകയാണേ. അപ്പോഴേക്കും ഭാമയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ നീ ഇങ്ങോട്ട് വാ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്ക് എന്താണ് മോനെ പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ഭാമ ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല, അമ്മയ്ക്കാണ് പറ്റിയത്. വയസ്സാവുന്തോറും നമുക്ക് പക്വത വരല്ലേ ചെയ്യുക, എന്നാൽ ഈ പ്രായത്തിൽ അമ്മ ഛേ എന്നൊക്കെ പറഞ്ഞിട്ട് അവങ്ങനെ ആക്കുവാണേ. അത് കേൾക്കുമ്പോഴേക്കും ഭാമയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. എന്നാൽ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന രേവതിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം കുറച്ച് വഷളാവുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുറത്തേക്ക് പോയിട്ട് വേഗം തന്നെ സച്ചിയുടെ അടുത്ത് ഭാമാന്റിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് സച്ചി അന്വേഷിക്കുന്നുണ്ടെങ്കിലും സച്ചിയേട്ടനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ ചെറിയ പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് നമ്മുടെ രേവതി പറയുന്നത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് നമ്മുടെ ശിവന്റെ അടുത്ത് ചോദിക്കാനുണ്ട് ചെയ്യുന്നത്. അത് കേട്ട ഉടനെ ചന്ദ്രയും പറയുന്നുണ്ട്, അത് തന്നെയാണ് ഒരുപാട് നാളായിട്ട് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ചോദിച്ചാൽ മാത്രമേ മോനെ ഇതിന് മറുപടി കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ ഭാര്യ മക്കളൊന്നുമില്ലേ? നിങ്ങൾ എന്തിനാണ് എന്റെ അമ്മയുടെ കൂടെ കഥ എഴുതുക എന്നുള്ള പേരും പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങുന്നത്? ഇത് കേട്ട ഭാമ പറയുന്നുണ്ട്, സിദ്ധു നിന്റെ വാക്കുകൾ അതിര് കിടക്കുന്നുണ്ട്, വേണ്ട എന്ന്. നീ അവര് ആരാണെന്ന് വിചാരിച്ചിട്ടാണ്? എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ആൾക്കാര് നാട്ടിൽ ഒരുപാട് പേരുണ്ട്. തനിയെ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ നേരെ പുറകെ ചെന്നിട്ട് വളച്ചെടുക്കുക. സിദ്ധു നിന്റെ വാക്കുകൾ അതിര് കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നതാണോ പ്രശ്നം? അപ്പോ ഇവിടെ നടക്കുന്നതൊന്നും പ്രശ്നമല്ലേ? ഇപ്പോ അമ്മയ്ക്ക് എന്നെക്കാൾ വലുത് ഇദ്ദേഹമാണല്ലോ എന്നൊക്കെ സിദ്ധു ചോദിക്കുന്ന സമയത്ത് രേവതി സിദ്ധുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷെ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അവരമ്മയും മകനും തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിന്റെ ഇടയ്ക്ക് മൂക്ക് നുടക്കരുത് എന്ന് പറയാണേ. എടാ, നീ പെട്ടെന്ന് തന്നെ ഇവിടെ കയറി വന്ന് നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. എന്താ അമ്മയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ബുദ്ധിമുട്ടായോ? അമ്മ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഈ വയസ്സില് അമ്മയ്ക്ക് നാണോ ഇല്ലേ ഇവരുടെ കൂടെ പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങാൻ? വേണ്ട സിദ്ധു എന്ന് ഭാമ പറയുന്നുണ്ട്. എന്താ വേണ്ടാത്തത്? അമ്മയ്ക്ക് നാണോ ഇല്ലേ? അതിന് മാത്രം അമ്മയ്ക്ക് എന്താണ് ഇത്ര മുട്ടി നിൽക്കുന്നത് പ്രേമിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ ഭാമ നല്ലോണം കൊടുക്കുന്നുണ്ട് അവനിട്ടിട്ട്. ഇനി നീ ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യ സ്ത്രീ ആവില്ല എന്ന് പറയുമ്പോഴും സിദ്ധു പറയുന്നുണ്ട്, അമ്മ ഈ വയസ്സിലും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദ്യം ചെയ്യുന്നതാണോ പ്രശ്നമെന്നേ? പിന്നെ അങ്ങ് കൊടുക്കാണ് കേട്ടോ. പൂരടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ടേ. ആരാടാ നിന്റെ അടുത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞത്? ഒരു തവണ പോലും എന്നെ കാണാൻ വേണ്ടി വരാത്ത നീ ഇതിനു വേണ്ടിയിട്ടാണോടാ ഇങ്ങോട്ട് വന്നത്? അമ്മ അയാൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നെ അടിക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടെന്നല്ലേ?
അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശിവൻ പറയുന്നുണ്ട്, ഇത് നോക്ക് മോനെ, നീ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നത്, കുറച്ച് ഡീസൻസിയിൽ സംസാരിക്കണം. ഡീസൻസി ഇല്ലാതെ നടക്കുന്നത് നിങ്ങളാണ്. ഇത് കേട്ട ബാമയാണെന്നുണ്ടെങ്കിൽ നിർത്തടാ എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട്, നിനക്ക് എന്താടാ പറ്റിയത്? നീ ഒരിക്കലും ഇങ്ങനെയൊന്നും വന്ന് സംസാരിക്കുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. നീ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ കരയുവാണ് കേട്ടോ ബാമ. ആ സമയത്താണ് നമ്മുടെ സച്ചിയുടെ എൻട്രി. സച്ചി അവിടെ വന്നിങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ സിദ്ധു പറയുന്നുണ്ട്, ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാടകം കളിക്കുന്നത് പോലെ എന്റെ മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കണ്ട. അമ്മ കാണിച്ചു കൂട്ടുന്ന കൂത്ത് നാട്ടുകാർക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് അത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ എനിക്കത് നാണക്കേടാണ്. ഇയാള് അധിക സമയം ഇവിടെ തന്നെയാണെന്നുള്ള തോന്നുന്നത്. ഇനിയിപ്പോ അടുത്തതായിട്ട് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തെന്ന് കേട്ടല്ലോ. നീ എന്താടാ പറഞ്ഞു വരുന്നത്? ആരാടാ നിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും നീ ഓടി ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അങ്ങനെ ആരോ അല്ല പറഞ്ഞത്, ഫ്രണ്ട് ആയിട്ടുള്ള ചന്ദ്ര ആന്റി എന്നെയാ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട ഉടനെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ മാമ. ബാമ ചന്ദ്രയെ നോക്കുന്ന സമയത്ത് അമ്മ അവരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെ മേലെ ഒരു തെറ്റുമില്ല. അവര് ഒരുപാട് തവണ പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല. അമ്മ അതിര് കടന്ന് പോകുന്നു വിചാരിച്ചിട്ടാണ് അവർ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞത്. ചന്ദ്രേ, നീയാണോ ഈ പരിപാടി എല്ലാം ചെയ്തത്? നീ എന്തിനാ ചന്ദ്ര അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇത് നോക്ക് ബാമേ, നിന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാനിങ്ങനെ ചെയ്തത്. ഇയാള് നിന്റെ മനസ്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇയാളെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മകന്റെ അടുത്ത് ആരാണ് മറുപടി പറയാ? നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിന്റെ മകനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ, ഓ അപ്പോ ഈ പണിയും മാസ്റ്ററുടെ മാസ്റ്റർ പ്ലാൻ ആണോ എന്ന് ചോദിക്കുകയാണേ. ആന്റി, നിങ്ങൾ എന്തിനായി കിടന്ന് കരയുന്നത്? കരയാൻ വേണ്ടിയിട്ട് ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല സിദ്ധാർത്ഥയെ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ ഭാര്യ മക്കളുമായിട്ട് അങ്ങ് പുറത്ത് ആഘോഷമായിട്ട് ജീവിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. സ്വന്തം അമ്മയെ ഇവിടെ തനിയെ നിർത്തിയിട്ട് ഓടിപ്പോയ നല്ല മഹാനായ മകനല്ലേ നീ? ഇത് നോക്ക് സച്ചി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയില്ല എന്ന് സിദ്ധാർത്ഥ പറയുമ്പോ, എന്താടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിനക്കറിയോ? കടമയ്ക്ക് പോലും നീയൊന്നും ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോലും പോവാറില്ല. അവരിവിടെ എങ്ങനെ ജീവിക്കുന്നത്? അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവര് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ? എന്തിന് അവരെന്ത് മരുന്നാ കഴിക്കുന്നെന്നുള്ള കാര്യം നിനക്കറിയോടാ? അപ്പോഴൊന്നും ഇല്ലാത്ത കരുതല് എന്റെ അമ്മ ഫോൺ ചെയ്തിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരും പറഞ്ഞിട്ട് ഓടിപ്പടച്ച് വന്ന് ഇവിടെ നിൽക്കുവാണല്ലേ. എടാ, ഞാൻ എന്ത് പറഞ്ഞു എന്നാ നീ പറയുന്നത്? ഞാന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഇവൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരതിന് മറുപടി പറയാ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട്, മാസ്റ്റർ അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് നോക്കൂ ജെന്റിൽമാൻ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് സ്വന്തം അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ പറയാന്ന് ശിവൻ സിദ്ധാർത്ഥിന്റെ അടുത്ത് ചോദിക്കുകയാണേ. നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്, എല്ലാം നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണെന്ന് പറഞ്ഞിട്ട് അവന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുവാണേ. അപ്പോഴേക്കും സച്ചി അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെക്കന്റെ കൂടെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവരോട് എല്ലാവരോട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരൊറ്റൊന്നും ഇവിടുന്ന് മര്യാദയ്ക്ക് പോവില്ല എന്ന്. സച്ചി അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും സിദ്ധുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ പ്രായത്തില് ഈ പെണ്ണുങ്ങള് ഇങ്ങനത്തെ പണി ചെയ്യുന്നത് ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണോ നീ പറയുന്നത്? എടാ, അത് നിന്റെ അമ്മയാണെടാ. അവരെ കുറിച്ചിട്ടാണോടാ നീ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നത്? നീയൊക്കെ ഒരു ആണാണോടാ? അത് കഴിഞ്ഞ് രേവതി പറയുന്നുണ്ടേ, മറ്റുള്ളവരെ സ്വന്തം അമ്മയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും സ്വന്തം അമ്മയെ കുറിച്ചിട്ട് തനിക്കൊന്നും അറിയില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവരുടെ മനസ്സ് എന്തോ ഒരു നോവിച്ച് കാണും. നിനക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടടാ. കാശും പണവും വന്നപ്പോഴേക്കും സ്വന്തം അമ്മയുടെ മുഖം നീ മറന്നു പോയോടാ. നിന്നെ പോലത്തെ മകനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് അച്ഛനമ്മമാര് പ്രായമായ കാലത്ത് ആശ്രമത്തിലൊക്കെ പോയി കിടക്കേണ്ടി വരുന്നത്. വേണ്ട സച്ചി, ഇത് ഞങ്ങളുടെ കുടുംബവിഷയാണ്, നീ തലയിടണ്ടെന്ന് പറയുമ്പോഴേക്കും, ഏതാണ് നിന്റെ കുടുംബം? ഇപ്പോഴാണോടാ നിനക്ക് കുടുംബം ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വന്നത്? നിന്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ഇവര് ഒറ്റയ്ക്കല്ലേടാ നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിയത്, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. എന്നിട്ട് നീ നിന്റെ ഭാര്യയുടെ വാക്കും കേട്ടിട്ട് ഇവരെ ഇവിടെ തനിയെ വിട്ടിട്ട് അവിടെ പോയിട്ട് അവളുടെ കൂടെ ജീവിക്കുമല്ലേ? എന്നിട്ട് തിരികെ വന്നിട്ട് നീ ഇവരുടെ മഹാത്മ്യത്തെ കുറിച്ചാണോ പറയുന്നത്? അങ്ങനെ സംസാരിക്കുന്ന നീയൊക്കെ ഒരു മകനാണോടാ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ബാമ പിടിച്ചു മാറ്റുവാണ്. സച്ചി വേണ്ട മോനെ എന്നുള്ള കാര്യം പറഞ്ഞ് ബാമ കരയുമ്പോ, കണ്ടോടാ നീ അവരെ കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത്, എന്നിട്ടും നിനക്ക് അടികൊള്ളുന്ന സമയത്ത് അവരെ കൊണ്ട് താങ്ങിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാടാ അമ്മ. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെ സംശയം തോന്നിയത്? അതും ബാമാൻറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, മറ്റുള്ളവരെ ആരെയും നോവിക്കണം എന്നുള്ളൊരു ചിന്തയില്ലാത്ത ആളാണ്. അവരുടെ ഒരു ഗുണം പോലും നിനക്ക് കിട്ടിയിട്ടില്ല അല്ലേ? അതെങ്ങനെ രേവതി ഇവരുടെ ഗുണം കിട്ടുക? അവരുടെ പണം മൊത്തം കറണ്ട് എടുത്തോണ്ട് പോയതല്ലേ, അല്ലാതെ വേറൊന്നും അവൻ അത്ര വലിയതായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്തായാലും ഇന്ന് നിനക്ക് അമ്മയെ കുറിച്ചിട്ടുള്ള ചിന്ത വന്നല്ലോ. എന്റെ അമ്മ എന്തോ വിളിച്ചിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. എന്നാ നീ നിന്റെ വയസ്സിനനുസരിച്ചുള്ള രീതിയിൽ നടക്കണ്ടേടാ.
ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നടക്കുന്ന രണ്ടുപേരെ കുറിച്ചിട്ട് നീ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തേണ്ട രീതിയിൽ സംസാരിക്കുന്നത്? എടാ, നീ എന്തിനാണ് ഈ കിടന്ന് ചാടി കുതിക്കുന്നത്? അവന്റെ അമ്മയല്ലേ ചോദ്യം ചെയ്യുന്നത്. നിന്റെ പ്രശ്നം എന്താന്നുള്ള കാര്യം ചന്ദ്ര വന്നിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ, ഇങ്ങനൊരു സംശയം വരാനുള്ള കാരണം തന്നെ അമ്മ ഒറ്റ ഒരുത്തിയാണ്. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് അരികിലേക്ക് വന്നിട്ട്, നീ നിന്റെ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചുമ്മാ കിടന്ന് ഒച്ച എടുക്കല്ലേ അമ്മേ. ബാമാൻറ്റി നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ഇത്രയും കാലമായിട്ട് കൂടെ നടന്നിട്ടും അവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല കഥ പറഞ്ഞിട്ട് വളർത്തിയെടുക്കുവാണ്. എന്നാ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ചിട്ട് തെറ്റായ കഥകൾ അടിച്ചിറക്കിയിരിക്കുകയാണ്. ബാമേന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളൊക്കെ അവരുടെ നല്ലൊരു ഫ്രണ്ടാണോ എന്ന് ചോദിക്കുകയാണേ. ആന്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത്? ഇതാണോ ആന്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന നല്ലത്? നീ എന്താടി എന്നെ എതിർത്തിട്ട് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, ഞാൻ ന്യായമാണ് സംസാരിച്ചതെന്നും നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. നിങ്ങളുടെ സുഹൃത്തിനാണ് ദ്രോഹം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആന്റിയുടെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയൊന്നും ഇല്ല എന്നുള്ള കാര്യം മുഖത്തടിച്ചതുപോലെ രേവതി ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ പറയുവാണേ. ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും ബാമയാണെങ്കിൽ ചന്ദ്രയെ നോക്കി ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചന്ദ്രവതി തലകുനിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുവാണേ. രേവതി, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. സ്വന്തം ബന്ധങ്ങളൊന്നും നമ്മളെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ സുഹൃത്ത് നമ്മളെ വിശ്വസിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ ഇവരുണ്ടല്ലോ, ആ ഫ്രണ്ടിന് തന്നെ ചീത്തപ്പേര് മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. ചന്ദ്രയെ ചൂണ്ടിക്കൊണ്ടാണ് സച്ചി ആ കാര്യം പറയുന്നത്. അപ്പോഴേക്കും സിദ്ധു ആണെന്നുണ്ടെങ്കിൽ, മതി നിങ്ങൾ സംസാരിച്ചത്. എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അമ്മ, ഇതൊക്കെ കുറച്ച് ഓവർ സംസാരമാണ്. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നും ശിവന്റെ അടുത്ത് പുറത്തു പോകാൻ പറയാനും കൂടി ബാമയുടെ അടുത്ത് പറയാണ് സിദ്ധാർത്ഥ്. അത് കേട്ടിട്ട് ബാമ ആ ആളെങ്ങനെ നോക്കുവാണ് കേട്ടോ. ഇത് നോക്കമ്മേ, അമ്മയ്ക്ക് ഞാൻ വേണോ അല്ലെങ്കിൽ അയാൾ വേണോ എന്നുള്ള കാര്യം ഇപ്പൊ തീരുമാനിക്കണം. ഇത് കേട്ട സച്ചിയാണെങ്കിൽ, എന്താടാ നീ ഓപ്ഷനൊക്കെ ഇടുവാണോ? ആന്റി ആരെ കുറിച്ച് ചിന്തിക്കണ്ട. ആന്റിക്ക് ശരി എന്നുള്ള കാര്യം തോന്നുന്നു മാത്രം ആന്റി പറഞ്ഞാൽ മതി. അതെ ആന്റി, നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം തൊലച്ച് കളയരുത്. ഇത് ആന്റിയുടെ ജീവിതമാണ്. ആന്റിക്ക് അറിയാം എന്താണ് ശരി തെറ്റ് എന്നുള്ള കാര്യം. ആന്റിക്ക് ശരി എന്നുള്ള കാര്യം തോന്നുന്നത് മാത്രമേ ആന്റി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് രേവതിയും പറയാണേ. ആന്റിയുടെ കൂടെ ഞങ്ങളും ഉണ്ടാവുന്ന സച്ചി ഉറപ്പും നൽകുന്നുണ്ട്. ഇത് കേട്ട ബാമയാണെങ്കിൽ സങ്കടത്തോണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണേ. സ്വന്തം മകനോടുള്ള സ്നേഹം അത് ആന്റിയുടെ കണ്ണ് കലക്കുന്നുണ്ടല്ലേ. ആന്റിയുടെയും അതുപോലെ തന്നെ സാറിന്റെ മേലെ ഒരു തെറ്റും ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ആണും അതുപോലെ തന്നെ പെണ്ണും കൂടി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും അത് ലോകം തെറ്റായിട്ട് മാത്രമേ കാണുള്ളൂ. അതെല്ലാം കാണുന്ന കണ്ണിന്റെ പ്രശ്നമാണെന്ന് ചന്ദ്രയുടെ മുഖത്തോക്കി പറയാണ് സച്ചി. അപ്പോഴും ഭാമയൊന്നും മിണ്ടാതെ നിൽക്കുവാണല്ലോ. ഇത് കണ്ട സിദ്ധു ആണെന്നുണ്ടെങ്കിൽ, അമ്മേ, ഇപ്പോൾ നിങ്ങൾ ഇയാളെ പറഞ്ഞയക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എനിക്ക് പോവായിരുന്നു. കേട്ടില്ല ആന്റി, അവൻ ഇപ്പോഴും പറയുന്നത് അവൻ ഇവിടുന്ന് പോകുമോ എന്നുള്ള കാര്യമാണ്. അമ്മ ഇവിടെ തനിയാണ് നിൽക്കുന്നത്, അവർക്ക് കൂട്ടിന് ആരും ഉണ്ടാവരുത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും നിങ്ങളുടെ മകൻ പറയുന്നത്. ആന്റി, ഇവൻ പോകും, പിന്നെ ജീവിതാവസാനം വരെ ആന്റി തനിയെ നിൽക്കേണ്ടി വരും. തുടർന്ന് രേവതിയും പറയുന്നുണ്ട്, ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആന്റി ധൈര്യത്തോടു കൂടി തന്നെ ഒരു തീരുമാനം എടുക്ക്. അങ്ങനെ ബാമ കണ്ണൊക്കെ തുടച്ചതിന് ശേഷം സിദ്ധുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ വായിക്ക് വന്നതുപോലെ തന്നെ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ എങ്കിലും എനിക്ക് നിന്നെ തൂക്കി എറിയുന്നില്ല. കാരണം ഒരേ ഒരു മകനാണല്ലോ, ആ സ്നേഹമുണ്ട്. നിനക്ക് ഞാൻ കാരണം നാണക്കേടായല്ലേടാ. നീ എപ്പോഴും നന്നായിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഞാൻ കാരണം നിനക്കൊരു നാണക്കേട് വേണ്ട. അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പൊ ശിവനെ പുറത്താക്കും മകന് വേണ്ടിയിട്ടേ എന്നുള്ള കാര്യമാണ്. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴെങ്കിലും ബാമയെ നിനക്ക് മനസ്സിലായല്ലോ. ആദ്യം നീ ശിവനെ പുറത്തേക്ക് പറഞ്ഞു വിട് എന്ന് പറയാണ് ചന്ദ്ര. ഇത് കേട്ട ഉടനെ ശിവൻ ബാമേന്റെ അടുത്ത് പറയുന്നുണ്ട്, ബാമേ, ഞാൻ കാരണം നിനക്ക് മനസ്സും അല്ലാതെ വേദനിച്ചു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം ഒരിക്കലും നിനക്കൊരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ. അങ്ങനെ ശിവൻ പോകുന്നത് കാണുമ്പോഴേക്കും ബാമ, നിക്ക് ശിവൻ, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. അത് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് ആ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായാൽ മാത്രം മതി. ഈ കഥ പറയുന്ന സമയത്താണ് എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അത്രയും എന്നോട് കരുതലുണ്ട്. അച്ഛൻ, അമ്മ, അതുപോലെ മക്കൾ ആരെയും നമുക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ സുഹൃത്ത് അങ്ങനെയല്ല. നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. എന്നും നിങ്ങൾ എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ ഉണ്ടാവണം. ഇത് കേട്ട സിദ്ധു ആണെന്നുണ്ടെങ്കിൽ, അപ്പോ അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണേ. നീ സന്തോഷമായിട്ട് ഇരിക്കണം സിദ്ധു, അത് നിന്റെ കയ്യിലാണ്. നിനക്ക് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് നാണക്കേടാണെന്നുണ്ടെങ്കിൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. മനസ്സിലാക്കാത്ത ബന്ധങ്ങളെക്കാൾ നല്ലത് മനസ്സിലാക്കുന്ന സുഹൃത്ത് മതി.
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് എപ്പോഴാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അന്ന് നീ എന്നെ തേടി വാ. ഇപ്പോ നിനക്ക് പോ എന്ന് പറയണേ. ഇത് കേട്ട് നമ്മുടെ ബാമയുടെ ആ കടുത്ത തീരുമാനം കേട്ടിട്ട് സച്ചി അവിടെ കിടന്ന് ക്ലാപ്പ് ചെയ്യണേ. സൂപ്പർ ആയിട്ടുണ്ട് ആന്റി. തെറ്റായിട്ട് സംസാരിക്കുന്നത് സ്വന്തം മകനാണെന്നുണ്ടെങ്കിലും തൂക്കിയെടുത്ത് എറിയുന്നുണ്ടല്ലോ. ഇതാണ് കറക്റ്റ് തീരുമാനം. നിങ്ങൾ എന്നെയാണല്ലേ തള്ളി പറയുന്നത്. അവസാന കാലത്ത് കൊള്ളി വെക്കാൻ വേണ്ടിയിട്ട് മകനായിട്ട് ഞാൻ പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സച്ചിയും രേവതി ഉണ്ടല്ലോ, അവർ രണ്ടുപേരും എന്റെ മക്കളെ പോലെയാണ്. എനിക്ക് അവര് മതി, നീ പോടാ എന്ന് പറഞ്ഞിട്ട് ബാമ തന്നെ പിടിച്ച് അവനെ പുറത്തേക്ക് അങ്ങ് തള്ളുവാണേ. അങ്ങനെ നാണം കെട്ടിട്ട് ബാമയുടെ മകൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണ് കേട്ടോ ബാമ നിന്നെടുത്തുനിന്ന്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ബാമയ്ക്ക് അരികിലേക്ക് ഇങ്ങനെ മെല്ലെ നടന്നു ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ഇത് മൊത്തത്തിൽ വഷളായെന്ന് മനസ്സിലാക്കിയിട്ട് ചന്ദ്രയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവള് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ടേ. ചന്ദ്രമതി ഇങ്ങനെ മുന്നിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ബാമ പറയുന്നുണ്ട്, ഞാൻ തെറ്റായിട്ട് തിരഞ്ഞെടുത്ത ഒരേ ഒരു സുഹൃത്ത് നീയാണ്. അത് കേട്ടിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ബാമയെന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എനിക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. നീ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നിന്റെ കൂടെ ഞാൻ എപ്പോഴും നിൽക്കുമായിരുന്നു, കാരണം നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. എന്നാ നീ എന്റെ മകനെ ഉപയോഗിച്ച് തന്നെ എന്നെ മനസ്സ് നോവിച്ചല്ലേ. ഇനി എന്തായാലും നീയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട. ബാമേ, നീ എന്നെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേക്കും വേണ്ട, നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടല്ല. രേവതി പറഞ്ഞതുപോലെ തന്നെ നീ ഫ്രണ്ടായി നിന്നുകൊണ്ട് എനിക്ക് ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. നീ ഇനി ഈ ഭാഗത്തേക്ക് വരികയും ചെയ്യരുത്. നിന്റെ ക്ലാസ്സും പരിപാടിയൊന്നും ഇനി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തവും വേണ്ട. ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ അവിടെ നിന്ന് അങ്ങ് ആട്ടി പറഞ്ഞേക്കാണേ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചിട്ട് രേവതിയും സച്ചിയും ഒരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് ബാഗ് എടുത്ത് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയും രേവതിയും കൂടി ബാമയ്ക്ക് അരികിലേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി ആന്റിന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും ബാമ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എല്ലാം ശരിയാവും ആന്റി എന്ന് പറഞ്ഞിട്ട് സച്ചി ആശ്വസിപ്പിച്ച് നിൽത്തുവാണേ. ബാമയോട് ചന്ദ്ര ചെയ്ത ദ്രോഹത്തിന് ബാമ ചെയ്ത കാര്യം ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണം.